ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസ്പർശം 2026 കൂട്ടായ്മ സംഘടിപ്പിച്ചു. രോഗികളുടെയും ശുശ്രൂഷകരുടെയും ഏകദിന കൂട്ടായ്മയായ സ്നേഹസ്പർശത്തിന്റെ ഉദ്ഘാടനം കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് നിർവഹിച്ചു. ചൊവ്വാഴ്ച ചേർന്ന സ്നേഹസ്പർശം കൂട്ടായ്മയുടെ ഉദ്ഘാടനം ഹോളി മാഗി വികാരിയും രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടറുമായ റവറന്റ് ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട് നിർവഹിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ ശുശ്രൂഷ ദൈവത്തിന് മുന്നിൽ ഏറ്റവും പ്രീതികരമാണ്. ആ ശുശ്രൂഷ അനുഗ്രഹപ്രദമാക്കി തീർക്കുവാനായിട്ട് നമ്മൾ ഒരുമിച്ച് ഇവിടെ വന്നിരിക്കുന്നു. പാലിയേറ്റീവ് രൂപത കൺവീനർ സിബി വാടിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന ഡയറക്ടറും രൂപത ഡയറക്ടറുമായ ഫാദർ അരുൺ വലിയ താഴത്ത് ആമുഖ പ്രഭാഷണം നടത്തി. ഇപ്പൊ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് തന്നെ പാലിയേറ്റീവ് മേഖലയില് രോഗാവസ്ഥയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുറച്ചുപേരുണ്ട്. അതിലുമുപരി രോഗാവസ്ഥയിലായിരിക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്നവരായിട്ടുള്ളവരാണ് അധികം ആളുകൾ. KLM സംസ്ഥാന ട്രഷററും രൂപത പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് തോമസ് മാത്യു, പാലിയേറ്റീവ് രൂപത കോർഡിനേറ്റർ ആന്റണി പുല്ലൻ, പാലിയേറ്റീവ് രൂപത ആനിമേറ്റർ സിസ്റ്റർ ഗ്ലോറിയ CSN തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്നേഹസ്പർശം പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ, ആരാധന, പാലിയേറ്റീവ് ശുശ്രൂഷകരെ ആദരിക്കൽ, സ്നേഹസമ്മാനം, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായിരുന്നു. സ്നേഹവും സന്തോഷവും കരുണയും പരിഗണനയും ലഭിക്കാത്ത രോഗികൾക്കും അവരെ ശുശ്രൂഷിക്കുന്നവർക്കും സന്തോഷത്തിന്റെയും കരുണയുടെയും മൂല്യത്തിന്റെയും സ്നേഹത്തിന്റെയും സ്പർശം കിട്ടുന്നതിനു വേണ്ടിയാണ് രൂപതാ നേതൃത്വം പാലിയേറ്റീവ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സ്നേഹസ്പർശം സംഗമത്തിന് രൂപതാ ഭാരവാഹികളായ ജയൻ റാത്തപ്പള്ളി, സിസ്റ്റർ സൂസി മരിയ, FCC, പോൾസൺ മാത്യു, വിൽസൺ പുല്ലറക്കൽ, ജോളി ജോസഫ്, സുദീപ് സേവിയർ, ബെറ്റി കോറച്ചൻ, അജി ജിജോ, മാത്യു ഉർമിൽ, തോമസ് പുതുക്കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.